Environmental pollution. Environmental pollution is the contamination of any part of our environment, particularly through human activities. പർട്ടിക്കുലറായിട്ട് ഉണ്ടാകുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് കണ്ടാമിനേഷൻ സംഭവിക്കുന്നതിനാണ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എഫക്റ്റിംഗ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ അവർ സറൗണ്ടിങ്സ് ദാറ്റ് ഹാവ് ഹാംഫുൾ എഫക്റ്റ് ഓൺ പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഇതിൻ്റെ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ സറൗണ്ടിങ്സിലുണ്ടാകുന്ന അൺഡിസൈറബിൾ ചേഞ്ചസ് അനിമൽസിനും പ്ലാന്റ്സിനും ഹ്യൂമൻ ബീങ്സിനൊക്കെ ഹാംഫുൾ ആയിരിക്കും. ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. There are various types of environmental pollution and they are classified in different ways. First one is air pollution. It means the contamination of the air in our atmosphere by undesirable substance by gases or particles of liquids or solids. അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗ്യാസസോ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെയോ സോളിഡിൻ്റെയോ പാർട്ടിക്കിൾസോ കാരണം എയറിന് അറ്റ്മോസ്ഫിയറിലെ എയറിന് കണ്ടാമിനേഷൻ സംഭവിക്കുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ പൊല്യൂഷൻ. ഇറ്റ് മീൻസ് ദി കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ബൈ അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് ഓർ ഓർഗാനിസംസ് ഓർ ഏജൻറ്റ് ലൈക്ക് ഹീറ്റ്. അൺഡിസൈറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഏജൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹീറ്റ് ആവാം. അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വാട്ടർ ബോഡീസിനും ഗ്രൗണ്ട് വാട്ടറിനും കണ്ടാമിനേഷൻ സംഭവിക്കുന്നതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോയിൽ പൊല്യൂഷൻ. ഇറ്റ് മീൻസ് ദി കണ്ടാമിനേഷൻ ഓഫ് ദി സോയിൽ ബൈ എനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ്, ഓർഗാനിസംസ് ഓർ ഏജൻറ്റ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദി സോയിൽ. അൺഡിസൈറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗാനിസംസ് അല്ലെങ്കിൽ ഏജൻറ്റ്സ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം കൊണ്ട് സോയിലിൻ്റെ ക്വാളിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ ഓഫ് സോയിലാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ആണ്. എയർ പൊല്യൂഷൻ, അതുപോലെ വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷനൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാക്ടറീസിൽ നിന്നുള്ളതും അതുപോലെ വാഹനങ്ങളുടെ പുക അതൊക്കെയാണ് എയർ പൊല്യൂഷനിൽ വരിക. നെക്സ്റ്റ് ഈസ് പൊല്യൂട്ടൻസ്. എ സബ്സ്റ്റൻസ് ഓർ agent or factor which cause environmental pollution is called pollutant. എന്തെങ്കിലും സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ സോളിഡ് ആവാം, ലിക്വിഡ് ആയിരിക്കാം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എന്തെങ്കിലും ആയിരിക്കാം. ഓർ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഹീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റേഡിയേഷൻ, നോയ്സ്, ഇതൊക്കെ ഏജൻറ്റിൽ പെടുന്നു. ഇത്തരം ഫാക്ടേഴ്സ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ടെങ്കിൽ അത്തരം ഫാക്ടേഴ്സിനെയാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. പൊല്യൂട്ടൻസ് മേ ബി എയർ, വാട്ടർ, സോയിൽ എക്സെട്ര. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്യാസസ് സച്ച് ആസ് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, NO2 ആർ എയർ പൊല്യൂട്ടൻസ്. അതുപോലെ പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഡിറ്റർജൻസ് ആർ വാട്ടർ പൊല്യൂട്ടൻസ്. മെറ്റൽസ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്, പ്ലാസ്റ്റിക്സ്, ഫെർട്ടിലൈസേഴ്സ് ആർ സോയിൽ കോമ്പൗണ്ട്സ്. Types of pollutants. Pollutants may broadly be classified also into the following types. First one is degradable or non-persistent pollutants, which are degradable by natural process. ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ പ്രോസസ്സ് കൊണ്ട് ഡീഗ്രേഡബിൾ ആവുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഡിസ്കാർഡ് വെജിറ്റബിൾസ്, ഡൊമസ്റ്റിക് വേവേജ്. ഓക്കെ, വെജിറ്റബിൾസൊക്കെ നമുക്കറിയാം, അങ്ങനെയുള്ള വേസ്റ്റ്, വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് തന്നെ മണ്ണിൽ ഡീഗ്രേഡബിൾ ആയി പോകുന്നതാണ്. അതിനെയാണ് ഡീഗ്രേഡബിൾ ഓർ നോൺ പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്.
Second one, slowly degradable or persistent pollutants, which are remains in the environment in an unchanged from for many decades. ഇതെന്ന് പറഞ്ഞെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഒരുപാട് ഡെക്കേഡ്സ്, ഒരുപാട് ടൈം എടുത്തിട്ട് ഡീഗ്രേഡബിൾ ആവുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനാണ് സ്ലോലി ഡീഗ്രേഡബിൾ ഓർ പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പെസ്റ്റിസൈഡ്സ് സച്ച് ആസ് DDT, പ്ലാസ്റ്റിക്സ്, മെനി കെമിക്കൽസ്, ന്യൂക്ലിയർ വേസ്റ്റ്. ഈ പ്ലാസ്റ്റിക്സ്, കെമിക്കൽസ്, ന്യൂക്ലിയർ വേസ്റ്റൊക്കെ വളരെയധികം കാലങ്ങൾ എടുത്തിട്ട് ഡീഗ്രേഡബിൾ ആകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്ലോലി ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അടുത്താണ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് വിച്ച് ആർ നോട്ട് ബ്രോക്കൺ ഡൗൺ ബൈ നാച്ചുറൽ പ്രോസസ്സ്. ഒരിക്കലും നാച്ചുറൽ പ്രോസസ്സ് കൊണ്ട് അതിനെ ഡീഗ്രേഡബിൾ ആവില്ല. അതിനാണ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടോക്സിക് മെറ്റൽ ലൈക്ക് ലെഡ്, കാഡ്മിയം, മെർക്കുറി. ഇപ്പോൾ ലെഡിൻ്റെ കാര്യം പറയാൻ നമുക്കറിയാം, നമ്മുടെ സോയിലിൽ നമ്മൾ ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീഗ്രേഡബിൾ ആവാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആവില്ല. അപ്പം അതിൽ വരുന്ന സബ്സ്റ്റൻസ് ലൈക്ക് ലെഡ്, കാഡ്മിയം, മെർക്കുറി അങ്ങനെയുള്ള ടോക്സിക് മെറ്റൽസ് നാച്ചുറൽ പ്രോസസ്സ് വഴി ഡീഗ്രേഡബിൾ ആവില്ല. അതുകൊണ്ട് ഇതിനെ നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് എയർ പൊല്യൂഷൻ, ദി മേജർ റീജിയൻ ഓഫ് അറ്റ്മോസ്ഫിയർ. Atmosphere is the protective cover of gases that surrounds the earth. There are 5 concentric layers within the atmosphere, which can be differentiated on the basis of temperature and other characteristics. നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് 5 ലെയേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. First one is troposphere. It is the lowest layer of atmosphere. Its temperature decreases with height. It contains 80 to 90% of mass of gas in the atmosphere. The major gas present are N2 and O2. Some argon as well as CO2 and some trace amount of helium, neon, ammonium, etc. It is in the atmosphere that living organism exist. Troposphere എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ്, അതായത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ. ഇതിലാണ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവുക, അതായത് ആനിമൽസ്, പ്ലാന്റ്സ്, ഹ്യൂമൻ ബീങ്സ് ഒക്കെ ട്രോപ്പോസ്ഫിയറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് വിത്ത് ഹൈറ്റ്. 90 to 80% ഓഫ് ദി മാസ് ഓഫ് ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ മേജർലി പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. Second layer is stratosphere. The region above the troposphere extending up to a height of 50 km above the sea level. Its temperature ranges from -55 degrees Celsius to 5 degrees Celsius. It contains N2, O2 and ozone and some water vapors. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ലെയറാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്നും 50 കിലോമീറ്റർ എബോവ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചർ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -55 ഡിഗ്രി സെൽഷ്യസ് ടു 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ നൈട്രജൻ, ഓക്സിജൻ, ഓസോൺ ആൻഡ് സം വാട്ടർ വേപ്പേഴ്സ് ആർ കണ്ടെയ്ൻഡ്. The presence of ozone in the stratosphere prevents about 99.5% of the sun's harmful ultraviolet radiations from reaching the earth's surface. സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുന്ന ഹാംഫുള്ളായിട്ടുള്ള സണ്ണിൽ നിന്ന് ഹാംഫുള്ളായിട്ട് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എത്താതെ സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഈസ് മിസോസ്ഫിയർ, ദ റീജിയൻ എബോവ് ദി സ്ട്രാറ്റോസ്ഫിയർ ഇൻ ബിറ്റ്വീൻ 50 and 80 km above the sea level. It contains N2, O2, ozone, etc. Its temperature is very low and drops of about -100 degrees Celsius at a level of 80 km from the earth.
സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറാണ് മിസോസ്ഫിയർ. ഇത് സീ ലെവലിനേക്കാളും ഒരു 50 to 80 കിലോമീറ്റർ എബോവ് ആയിരിക്കും. മിസോസ്ഫിയറിൽ നൈട്രജൻ, ഓക്സിജൻ, ഓക്സോൺ ഇത്തരത്തിലുള്ള ഗ്യാസസ് പ്രസൻ്റ് ആണ്. ഇതിന് മിസോസ്ഫിയറിൽ ടെമ്പറേച്ചർ വെരി ലോ ആയിരിക്കും. The next is ionosphere. It is the fourth atmospheric layer from the earth. The region above the mesosphere. മിസോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലുള്ള റീജിയനാണ്, ലെയറാണ് അയണോസ്ഫിയർ. ഇത് അറ്റ്മോസ്ഫിയറിൻ്റെ 4th ലെയറാണ്. ഇറ്റ് ഈസ് സ്പ്രെഡ് ബിറ്റ്വീൻ 8 കിലോമീറ്റർ ആൻഡ് 500 കിലോമീറ്റർ ഫ്രം ദി എർത്ത്. അയണോസ്ഫിയർ കണ്ടെയ്ൻ അയണൈസ്ഡ് ഗ്യാസ് മോളിക്യൂൾസ്, ആറ്റംസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്. അയണോസ്ഫിയറിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അയണൈസ്ഡ് ഗ്യാസ് മോളിക്യൂൾസും ആറ്റംസും ഫ്രീ ഇലക്ട്രോൺസും ആണ്. അയണൈസ്ഡ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ O2+ഉം O+ഉം NO+ഉം ഒക്കെയാണ്. ദിസ് ലെയർ പ്രൊട്ടക്ട് ദ എർത്ത് ഫ്രം ഹാംഫുൾ കോസ്മിക് റേസ്. അയണോസ്ഫിയർ എർത്തിലേക്ക് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള കോസ്മിക് റേസിനെ എർത്തിലെത്താതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ്. ഇറ്റ് എനേബിൾസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ മെസ്സേജസ് എറൗണ്ട് ദ വേൾഡ്. റേഡിയോ മെസ്സേജസിനെ അല്ലെങ്കിൽ റേഡിയോ മെസ്സേജിനൊക്കെ നമ്മുടെ വേൾഡിൽ ട്രാൻസ്മിഷൻ ചെയ്യുന്നത് അയണോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ വെച്ചാണ്. ലാസ്റ്റ് വൺ ഈസ് എക്സോസ്ഫിയർ. ഇറ്റ് ഈസ് uppermost layer of the atmosphere. It lies above the ionosphere. It contains atomic particles of hydrogen and helium. It has a very high temperature due to solar energy. ഏറ്റവും മുകളിലുള്ള ലെയറാണ് എക്സോസ്ഫിയർ, അതായത് ഏറ്റവും ഔട്ടർ ലെയർ. ഇത് അയണോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് എക്സോസ്ഫിയർ കാണുന്നത്. എക്സോസ്ഫിയറിൽ ഹൈഡ്രജനും ഹീലിയത്തിൻ്റെയും അറ്റോമിക് പാർട്ടിക്കിൾസ് നമുക്ക് കാണാം. ഇറ്റ് ഹാസ് വെരി ഹൈ ടെമ്പറേച്ചർ ഡ്യൂ ടു സോളാർ എനർജി. അതായത് ഏറ്റവും അപ്പർമോസ്റ്റ് ലെയറാണ് എന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ. അതുകൊണ്ട് തന്നെ നമ്മുടെ സണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. താങ്ക് യു.